നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നാഗേന്ദ്രൻ ബുദ്ധിമാനാണ്. നാഗേന്ദ്രൻ ബാങ്ക് മാനേജറെ വിളിപ്പിച്ചു. പിന്നീട് ബാങ്ക് മാനേജർ വിളിച്ചു, സാറേ ജലജ ഈ അടുത്ത കാലത്ത് എങ്ങാനും ലോക്കർ വന്ന് തുറന്നായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മാനേജർ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ആ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു, ലോക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അല്ല എന്തിനാ സാറാ അതിനെ അനുവദിച്ചേ? അത് പിന്നെ സാറേ, നിങ്ങളുടെ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിലും ഒരാൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറക്കാനായിട്ട് പെർമിഷൻ തരണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പെർമിഷൻ കൊടുത്തേ. എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ അപ്പോഴേക്കും നാഗേന്ദ്രൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല സ്വർണം വെക്കുന്ന കാര്യത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? എടുക്കാനാണോ വെക്കാനാണോ അങ്ങനെ എന്തേലും? കുറച്ച് സ്വർണം വെക്കാനാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്താ സാറേ ലോക്കർ തുറക്കണോ? എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യം സാറിന് അറിയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞു. സാറേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നാഗേന്ദ്രന്റെ മനസ്സിലായി ജലജ ലോക്കറിൽ കൊണ്ട് സ്വർണം വെച്ചിട്ടുണ്ട്, ആ നെക്ലേസ് കൊണ്ട് ലോക്കറിൽ വെച്ചെന്ന്. അയാളും നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോ ജലജ ആകപ്പാടെ അസ്വസ്ഥയായിട്ട് സിറ്റൗട്ടുണ്ട്. ജലജ എന്നൊരു ഒറ്റ വിളിയായിരുന്നു. ജലജ ഞെട്ടിത്തെരിച്ച് നോക്കി. അപ്പോഴേക്കും നാഗേന്ദ്രൻ വന്നിട്ട് അവളുടെ കറുത്തിൻ്റെ ഒറ്റ എണ്ണം കൊണ്ട് പൊട്ടിക്കുവാണ്. ആ സമയം ജലജ ചോദിച്ചു, എന്തിനാ നാഗേട്ടാ? നാഗേട്ടൻ എന്നെ എന്തിനാ തല്ലിയെന്ന് ചോദിച്ചു. നീ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നോ? ബാങ്കിലോ? ആ ഉണ്ടായിരുന്നു. നീ ലോക്കർ തുറന്നായിരുന്നോ? തുറന്നു. കുറച്ച് സ്വർണം എനിക്ക് വെക്കാനുണ്ടായിരുന്നു. കുറച്ച് സ്വർണം ആ നെക്ലേഴ്സ് കൊണ്ടേ വെക്കാൻ പോയതല്ലേടി നീ? അയ്യോ അത് പിന്നെ നാഗേട്ടൻ എന്തൊക്കെയാ പറയണേ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയത്തില്ല എങ്കി വാടി, ഇപ്പൊ തന്നെ പോയി നമുക്ക് ബാങ്ക് ലോക്കർ തുറക്കാം. തുറക്കണ സമയത്ത് അതിനകത്ത് നെക്ലേഴ്സ് ഉണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ നിന്നെ ബാക്കി വെച്ചേക്കില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ജലജയ്ക്ക്. ജലജ പറഞ്ഞു, നാഗേട്ട അത് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞോണ്ട് നാഗേന്ദ്രൻ വിളിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ജലജ ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ്. നാഗേന്ദ്രൻ നടക്കുമ്പോഴത്തേനും ജലജ പുറയുന്നു വിളിച്ചു, നാഗേട്ട ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പിന്നാലെ എന്നു. നാഗേട്ട എന്നോട് ക്ഷമിക്ക്, അത് ഞാൻ ബാങ്ക് ലോക്കറിൽ വെച്ചിട്ടുണ്ട്. നാഗേണ്ണ അറിയാവുന്ന കാര്യമുള്ളൂ എനിക്ക് സ്വർണത്തോടുള്ള ആർത്തിയും കാര്യങ്ങളും. എന്നിട്ട് പിന്നെ നാഗേണ്ണ എന്തിനാ എന്നെ അത് കാണിച്ചെന്ന് ചോദിച്ചു. എടി നീ എന്ത് പരിപാടിയാടി കാണിച്ചേ? അങ്കിളിന് എന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ആ വിശ്വാസമല്ല ഞാൻ തകർത്തത്. ആ നെക്ലേസ് ഒരു അമേരിക്കൻ മലയാളി വളരെ മോഹിച്ചു വാങ്ങിയ ഒന്നാണ്. എന്നിട്ടോ കൊണ്ടുപോയി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ നിറം മങ്ങാൻ തുടങ്ങി. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വിശ്വാസമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് പിന്നെ എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി താ കേട്ടാ. പരിഹാരം? നീ മിണ്ടരുത്, നീ കാരണമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതെ ഞാനാണിത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ വളർത്തുപുത്രിയല്ല ഞാൻ. അപ്പൊ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും നാഗേട്ട. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി താ. എന്ത് മാർഗം നാഗേട്ട? എങ്ങനെയെങ്കിലും ഒരു നിമിഷം നാഗേന്ദ്രൻ ഒന്ന് ആലോചിച്ചു. പിന്നീട് ജലജയോട് പറഞ്ഞു, ഞാനൊരു പരിശ്രമം നടത്തി നോക്കാം. പിന്നൊരു കാര്യം, നീ എന്നോടൊപ്പം നിൽക്കുമെന്ന് ചോദിച്ചു. ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതെ എന്റെ സ്വർണത്തോടുള്ള ഭ്രമം കാരണം നാഗേട്ടൻ അത് ലോക്കറിൽ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ മതി, നാഗേട്ടൻ അത് എടുത്തെന്ന് പറഞ്ഞാൽ മതി. ഓ അപ്പൊ എന്നെ കള്ളനാക്കാനാ നിന്റെ പുറപ്പാടല്ലേ നാഗേട്ട? അത്രയെങ്കിലും ഒന്ന് ചെയ്യുക, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ഞാനത് ചെയ്യാം, നീ എൻ്റെ കൂടെ നിൽക്കുമല്ലോ. ഞാൻ നിൽക്കാം, എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ നിന്നെ. നാഗേട്ട എന്നെ വിശ്വസിക്ക്, ഞാൻ ചതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നാഗേന്ദ്രന്റെ ഒടുവിൽ എന്ത് ചെയ്തു, മൂർത്തി മുത്തശ്ശനെ കാണാനായിട്ട് വീണ്ടും കമ്പനിയിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ മുത്തശ്ശന്റെ അടുത്തേക്ക് എത്തി. മുത്തശ്ശൻ ആകപ്പാടെ തീ പിടിച്ച അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. നാഗേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ ചോദിച്ചു, എടാ ആ സ്വർണത്തെ കുറിച്ചുള്ള വല്ല വിവരം കിട്ടിയോ? ആ നെക്ലേസ് എവിടെയാന്ന് കണ്ടെത്തിയോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രന് ആകപ്പാടെ തലയൊക്കെ കുടിച്ചിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. നിന്നോടാ ചോദിച്ചേ ആ നെക്ലേസ് എവിടെയാ, എങ്ങനെയാ അത് പോയെന്ന് നീ കണ്ടെത്തിയെന്ന്. അതങ്ങളെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാന്ന് പറഞ്ഞു. അബദ്ധമോ? അതെ, ജലജയ്ക്ക് ആ നെക്ലേസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അവള് അതുപോലത്തെ ഒരെണ്ണം വേണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പൊ ജലജ കാണിച്ച തരങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. ജലജ ദേവരാജൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് എണ്ണം പണിയിച്ചത്. എന്നിട്ട് അതവിടെ വെച്ചിട്ട് ഒറിജിനൽ കൊണ്ട് ലോക്കറി വെക്കുക ചെയ്തേ. പക്ഷെ അതിവിടെ പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയെ അടിച്ചിറക്കും. വളർത്തുപുത്രിയാണല്ലോ. അപ്പൊ അവൾക്ക് വാക്ക് കൊടുത്തോണ്ട് നാഗേന്ദ്രൻ ആ കുറ്റം സ്വയം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. നാഗേന്ദ്രൻ പറഞ്ഞു, അങ്കിളെ അവൾക്ക് അതിഷ്ടമാണെന്ന് എനിക്കറിയായിരുന്നു, അവൾ എന്നോട് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ
അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ടെന്നുള്ള കാര്യം അങ്കിളിന് അറിയാലോ. അതുകൊണ്ട് ഞാനാണ് ആ സ്വർണ്ണം എടുത്ത് മാറ്റി വെച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടത് മുത്തശ്ശൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം സ്വർണ്ണ പണിക്കാരനെ കൊണ്ട് പണിയിപ്പിച്ച് വെച്ചത് ഞാനാന്ന് പറഞ്ഞു. മുത്തശ്ശന് സഹിച്ചില്ല. മുത്തശ്ശൻ പറഞ്ഞു, എടാ നീ ഇതുപോലെ വൃത്തികെട്ട തരം കാണിക്കുന്ന എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നടാ. നിന്നെ ഞാൻ അമിതമായിട്ട് വിശ്വസിച്ചു. അതാടാ ഞാൻ ചെയ്ത തെറ്റ്. എടാ ആ സ്വർണം എന്റെ ഭാര്യയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടതാ. ഇതുപോലത്തെ ഒരെണ്ണം ജർമ്മൻ കണക്ഷൻ ഇതിനു മുമ്പ് അവള് കണ്ടിട്ട് പോലും ഇല്ല. അവളും ആഗ്രഹിച്ച. എന്നിട്ടോ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്ന് കരുതിയിട്ടാടാ അത് എക്സിബിഷന് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീ ചെയ്ത എന്താ? പൈസ വളരെ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ചോണ്ട് പോയത്. അത് എല്ലാവരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തി. നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. നിന്റെ എന്റെ കൺമുന്നിൽ പോലും കാണരുത്. അങ്കിളെ ഈ ഒരു തവണത്തേക്ക് എനിക്കൊന്നും മാപ്പ് തന്നൂടെ? ഇല്ലടാ, നിനക്ക് ഒരു മാപ്പ് ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങോട്ടേക്ക് വാടാന്നും പറഞ്ഞുകൊണ്ട് നേരെ ബാക്കി എല്ലാവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ജ്വല്ലറിക്കകത്തേക്ക്. അവിടെ ജയനും അജയനും ബാക്കി 1-2 സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അത്ര വലിയ ജ്വല്ലറിയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രന്റെ കർണം ഒറ്റ എണ്ണം കൂടെ മൂർത്തി മുത്തശ്ശൻ കൊടുക്കണം. അപ്പോഴേക്കും ജയനൊക്കെ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അച്ഛൻ എന്ത് പരിപാടിയെ കാണിക്കണേ? അച്ഛൻ എന്തിനാ അയാളെ തല്ലുന്നത്? അയാളെ തല്ലുന്നത് എന്തിനാന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. അയാൾ ചെയ്ത് എന്താണെന്നറിയാവോ? ഇയാള് ആ നെക്ലേഴ്സ് മോഷ്ടിച്ചെന്ന് പറഞ്ഞു. മോഷ്ടിക്കാനോ? നാഗേന്ദ്രനോ? അച്ഛന് തെറ്റിദ്ധാരണ ഉണ്ടായതാ. ഒരിക്കലും നാഗേന്ദ്രൻ അങ്ങനെ ചെയ്യില്ല. അവൻ ചെയ്തു. അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവൻ ആ നെക്ലേഴ്സ് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അജയൻ ചോദിച്ചു, സത്യമാണോടാ നാഗേന്ദ്രൻ എന്ന് പറയണെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്കൊരു അബദ്ധം. എടാ ആ സ്വർണം എല്ലാരും ഇഷ്ടപ്പെട്ടിരുന്ന ഈ പറയുന്ന അമ്മ വരെ അതിനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. പിന്നെ ബാക്കി എല്ലാരും ആ സ്വർണത്തെ അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ഭാര്യയാണെങ്കിലും ശരി, ഏട്ടത്തി ആണെങ്കിലും ശരി, എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു. ജയൻ പറഞ്ഞു, അതെ ദേവയാനെ അതിനെക്കുറിച്ച് പറഞ്ഞ ആ സ്വർണം അവൾക്ക് ഇഷ്ടമാകുന്ന നെക്ലേഴ്സ്. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ചിന്ത തോന്നിയില്ലോ. അവരെയൊക്കെ ഞങ്ങളിത് കാണിക്കുകയും ചെയ്താ. എന്നിട്ടോ അവരാരും ഇത് വേണമെന്ന് അങ്ങനെ പറഞ്ഞൊന്നുമില്ലോ. അവർക്കാർക്കും ഇത് മോഷ്ടിക്കാൻ തോന്നിയില്ലോ. നിന്റെ ഭാര്യയ്ക്ക് പണ്ട് തൊട്ടേ സ്വർണത്തോട് ഇത്തിരി ഭ്രമം കൂടുതലാ, ആർത്തി കൂടുതലാ എന്നും പറഞ്ഞുകൊണ്ട് നീ അവളോടൊപ്പം നിൽക്കുമായിരുന്നോടാ ചെയ്യേണ്ടത്. ഒരിക്കലും ഈ കമ്പനിയെ ചതിക്കാനായിട്ട് നീ കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇറങ്ങിപ്പോടാ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എന്താടാ നോക്കി നിൽക്കുന്നത്? ഇറങ്ങിപ്പോവാനല്ലേ നിന്നോട് പറഞ്ഞത്. നാഗേന്ദ്രൻ പറഞ്ഞു, അങ്കളെ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കുക. ഇനി ഒരു ക്ഷമയില്ല നിനക്ക്. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുവാണ്. നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ, മേലാൽ ഇവിടെ കാലെടുത്ത് കുത്തിയേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ നാഗേന്ദ്രൻ കുഴിഞ്ഞ ശിരസോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഈ കഥകളൊക്കെ ശങ്കരൻ ആദർശനോട് പറഞ്ഞു. ആ സമയം ആദർശ് പറഞ്ഞു, തെറ്റ് ചെയ്ത് ആരാണെങ്കിലും മുത്തശ്ശി സഹിക്കില്ല എന്ന് പറഞ്ഞു. അതെ, വേണമെങ്കിൽ നാഗേന്ദ്രന് സത്യങ്ങൾ തുറന്നു പറയായിരുന്നു ജലജയാണ് കാരണമെന്ന്. പക്ഷെ നാഗേന്ദ്രൻ പറഞ്ഞില്ല. കാരണം വളർത്തുപുത്രിയല്ലേ, അവളെ ഇറക്കി വിട്ടാലോ എന്ന് ഭയന്ന് അവൾക്കൊരു വാക്ക് കൊടുക്കുകയും ചെയ്തല്ലേ. അവള് തന്നോടൊപ്പം നിൽക്കുന്നൊരു പ്രതീക്ഷയായിരുന്നു. മൂർത്തി സാറിന്റെ സ്വഭാവം അറിയാലോ. മൂർത്തി സാർ അതിനുശേഷമാണ് ആ വലിയ തീരുമാനം എടുക്കുന്നത്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, മുത്തശ്ശൻ ഇപ്പോഴും അങ്ങനെ തന്നെയാ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സഹിക്കില്ല. അതെ, മുമ്പും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉടനടി തന്നെ അതിന് ശിക്ഷയും കൊടുക്കും. എങ്കിലും മൂർത്തി സാറിനൊരു സമാധാനം വരത്തുള്ളൂ. അതെത്ര വലിയവനാണെങ്കിലും ശരി, എത്ര സ്നേഹിക്കുന്ന ആളാണെങ്കിലും ശരി. അങ്ങനെ മൂർത്തി സാറും ഒരു തീരുമാനം എടുത്തു. നാഗേന്ദ്രന് വേണമെങ്കിൽ താൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്ത് ജലജയാന്ന് പറയാമായിരുന്നു. പക്ഷെ അയാൾ അത് ചെയ്തില്ല. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, പിന്നീട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. മൂർത്തി സാറിന്റെ കാര്യം അറിയാലോ. പിന്നീട് ബാക്കി കഥ അയാൾ പറയാൻ തുടങ്ങി. ഒടുവിൽ നാഗേന്ദ്രനോട് വീട് വിട്ടു പോകാനായിട്ട് ആവശ്യപ്പെട്ടു. നാഗേന്ദ്രൻ തന്റെ ബാക്കി പാക്കിയത് ഇറങ്ങി വന്നു. ഹാളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ജലജ കുഞ്ഞിനെയും കൊണ്ട് വന്നു. ആ സമയത്ത് അബി മൂർത്തി മുത്തശ്ശന്റെ അരികിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അബീനെ ജലജ വിളിച്ചു, വാടാ മോനെന്ന് പറഞ്ഞു. ആ സമയത്ത് നാഗേന്ദ്രൻ മൂർത്തിയോട് പറഞ്ഞു, അങ്കിളെ എനിക്ക് ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഇനി അങ്ങനത്തെ ഒരു അബദ്ധം സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇറങ്ങടാ, ഇനി എന്റെ വീട്ടിൽ പോലും നിന്നെ കണ്ടേക്കല്ല. എനിക്ക് നിന്നെ കാണണ്ട. മര്യാദയ്ക്ക് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, ബാ ജലജ നമുക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോഴാണ് ജലജയുടെ സ്വഭാവം താനും നിറം പുറത്തു വരുന്നേ. ജലജ പറഞ്ഞു, ഞാനെന്തിനു വരണം? ഞാൻ നിങ്ങളെ യാത്രയാക്കാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. യാത്രയാക്കാനോ? അതെ, തെറ്റ് ചെയ്ത നിങ്ങള്. അതിന് ഞാൻ എന്തിനിറങ്ങണം? നിങ്ങളൂടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ജീവിതം എന്തായി തീരും.
നിങ്ങളെപ്പോലുള്ള ഒരാളുടെ കൂടെ വന്ന് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്താളിച്ചു പോയി നാഗേന്ദ്രൻ. ഇത്രയ്ക്കൊരു ചതി നാഗേന്ദ്രൻ പ്രതീക്ഷിച്ചില്ല. ഓഹോ, അപ്പം മനഃപൂർവ്വം നീ അറിഞ്ഞുകൊണ്ട് കളിക്കുമായിരുന്നല്ലേന്ന് ചോദിച്ചു. ജലജ ഒന്നും മിണ്ടാൻ നിൽക്കുക. ആ സമയം മുത്തശ്ശൻ പറഞ്ഞു, ഇറങ്ങി പോടാന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, മൂർത്തി അങ്കിളെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട അങ്കിളെ, എനിക്ക് പറയാനുള്ളത് കേൾക്കണം. ജലജ ഒന്ന് ഭയന്നു. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, എന്ത് പറയാനേടാ, ഞങ്ങൾക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട. അജയൻ പറഞ്ഞു, അതെ, തെറ്റ് ചെയ്തിട്ട് നിന്ന് ന്യായീകരിക്കുന്നോ? അതെനിക്ക് പറയാനുള്ളത്. ദേവേനി പറഞ്ഞു, നീ ഇനി എന്ത് പറയാനായിട്ടാണോ? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ അവിടുന്ന്. ഇനിയിപ്പം ജലജയും പിള്ളേരെയും കൂടെ നിനക്ക് കൊണ്ടുപോയി നശിപ്പിക്കണായിരിക്കില്ലേ? അതൊന്നും വേണ്ട, അവരിവിടെ നിന്നോളൂന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അതെ, എന്തിനാ അവര് വരുന്നത്? അവര് തെറ്റ് ചെയ്തിട്ടല്ലോ, നീയല്ല തെറ്റ് ചെയ്തേ, അതുകൊണ്ട് നീ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നാഗേന്ദ്രൻ ജലജ ദയനീയമായിട്ടൊന്ന് നോക്കിയിട്ട് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ജലജയുടെ ആ കൊടും ചതിയുടെ കഥ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.